ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം. ലോസ് ഓഫ് മോഷൻ്റെ വളരെ ക്വിക്കായിട്ടുള്ള റിവിഷനാണ്. ലോസ് ഓഫ് മോഷൻ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ക്വിക്കായിട്ടുള്ള റിവിഷനാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. എന്താണ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത്, അത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ് നോക്കാം നമുക്ക്. സി, മെക്കാനിക്സിൻ്റെ ബാക്ക് ബോൺ ആണ് ലോസ് ഓഫ് മോഷൻ. സി നോക്കടാ, ഫസ്റ്റ് നമുക്ക് ഫോഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫോഴ്സുമായി ബന്ധപ്പെട്ട ഫോഴ്സ് മൊമെൻറ്റവുമായി തമ്മിലുള്ള കണക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് വൺ, മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം ആസ് വി നോ മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ഇമ്പൾസ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം കോൾഡ് ഇമ്പൾസ്. മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഫോഴ്സ് വേണം. അപ്പോൾ മൊമെൻറ്റത്തിലെ ചേഞ്ച് ചോദിക്കും, അതുപോലെ തന്നെ ഇമ്പൾസും ചോദിക്കും. രണ്ടും ഒരേ സാധനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ദാറ്റ് ഇസ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അവിടെ നമ്മൾ വെലോസിറ്റിനെ വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡയറക്ഷൻ നോക്കിയിട്ട് വേണം അവിടെ v2 - v1 ചെയ്യാൻ. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റത്തിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ആ ചേഞ്ച് സംഭവിക്കാൻ എടുക്കുന്ന സമയം. അപ്പം ഒരു സെക്കൻഡിൽ മൊമെൻറ്റം എത്ര ചേഞ്ച് ചെയ്യും, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് കാണാനുള്ള ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ചേഞ്ച് ഇൻ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം 0. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം മൊമെൻറ്റം മാറുന്നില്ല, മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഇനീഷ്യൽ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. ദാറ്റ് ഇസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അങ്ങനെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്ക് ഇനീഷ്യലി റെസ്റ്റിലാണ്, മറ്റൊരു ബ്ലോക്ക് ഒരു v വെലോസിറ്റിയിൽ m മാസ്, രണ്ടും മാസ് സെയിം ആണെന്ന് വിചാരിച്ചു, m നേരെ വന്ന് ഇതിൻ്റെ മുകളിൽ ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് രണ്ടും കൂടെ ഒറ്റ മാസമായിട്ട് ടുഗെദർ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ കമ്പൈൻഡ് ബ്ലോക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം, രണ്ടുപേരുണ്ട്, ഒരാൾ റെസ്റ്റിലായതുകൊണ്ട് ഒരാൾക്കേ മൊമെൻ്റ് ഉള്ളൂ, mv. ഫൈനൽ മൊമെൻറ്റം രണ്ടുപേരും ഒന്നിച്ച് ഒറ്റ മാസമായിട്ട് ബിഹേവ് ചെയ്യുന്നു, സോ m + m. രണ്ടുപേരുടെയും കോമൺ വെലോസിറ്റി v'. ഇനീഷ്യൽ മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും ഇക്വേറ്റ് ചെയ്താൽ നമുക്കിവിടെ mv ഡിവൈഡഡ് ബൈ 2m ദാറ്റ് ഇസ് ഈക്വൽ ടു v'. കട്ട് ചെയ്താൽ നമുക്ക് v' ഇസ് ഈക്വൽ ടു v/2 എന്ന് കിട്ടും. അപ്പം ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണിൻ്റെ റീകോയിലിംഗ് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഫോഴ്സ് കണ്ടുപിടിക്കാൻ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണാം. മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ഇമ്പൾസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ്. ഫോഴ്സ് 0 ആണെങ്കിൽ അവിടെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അവിടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ദെൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ മൊമെൻറ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. അപ്പോൾ മൊമെൻറ്റം ചേഞ്ച് ചെയ്താൽ ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ആ ഫോഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും. ഒന്ന് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയും, അതായത് ബാലൻസ്ഡ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് 0 ആവുന്ന സന്ദർഭത്തിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുക. നെറ്റ് ഫോഴ്സ് 0 ആവുന്ന സന്ദർഭത്തിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. ഇക്വിലിബ്രിയം ആവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോഴ്സുകളും പരസ്പരം ബാലൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ബ്ലോക്കിന് നോക്കൂ, ഇങ്ങോട്ടേക്ക് 6 ന്യൂട്ടൺ, ഈ രണ്ട് സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് ഇവിടെ ഒരു 4 ന്യൂട്ടൺ, പിന്നെ ഒരു 2 ന്യൂട്ടൺ. അപ്പോൾ ഈ സൈഡിലേക്ക് 6, ഈ സൈഡിലേക്ക് ടോട്ടൽ 6, താഴേക്ക് mg, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ. ഇതെല്ലാം ഈക്വൽ ആയാൽ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ വരുമ്പോൾ അത് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്, അവിടെ ഫോഴ്സ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ അതേപോലെ റെസ്റ്റിൽ നിൽക്കുന്ന, യൂണിഫോം മോഷനോ റെസ്റ്റിലോ നിൽക്കുന്ന ഒരു ബ്ലോക്ക്, ഇതിൻ്റെ വെയിറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ആസ് വി നോ mg sin θ. ഫ്രിക്ഷൻ അതിനെ ബാലൻസ് ചെയ്യും. വെയിറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, mg cos θ. നോർമൽ റിയാക്ഷൻ അതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ എല്ലാ ഫോഴ്സിൻ്റെയും കോമ്പണൻറ്റ് എടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, T1. ഇതിൻ്റെ വെയിറ്റ് താഴേക്കാണ്, താഴേക്ക് വെയിറ്റ് 3g, മാസ് 3 ആയതുകൊണ്ട് 3g, ദാറ്റ് ഇസ് 30 ന്യൂട്ടൺ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടെൻഷനും 30 ആയിരിക്കും, കാരണം അത് ബാലൻസ്ഡ് ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് അവിടെ ടെൻഷൻ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ T2 ഇസ് ഈക്വൽ ടു 2ഉം 3ഉം 5 kg. അപ്പോൾ 50 ന്യൂട്ടൺ ആണ് അവിടെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സിസ്റ്റം ബാലൻസ്ഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ലാമിസ് തിയറി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ ടെൻഷൻ T ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 2. ദിസ് ഇസ് T cos 45, ദാറ്റ് ഇസ് T/√2. ഇത് T sin 45, ദാറ്റ് ഇസ് T/√2. ഈ T/√2ഉം ഈ എഫും സെയിം ആവണം, കാരണം അത് ബാലൻസ്ഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സുകൾ ഈക്വൽ ആവണം. താഴേക്കുള്ള വെയിറ്റും ഈ T/√2ഉം ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് T/√2 ദാറ്റ് ഇസ് ഈക്വൽ ടു √2g, ഇതിനങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ടെൻഷൻ ഇസ് ഈക്വൽ ടു 2g എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് വരുന്ന സമയത്ത് നെറ്റ് ഫോഴ്സ് 0 ആണ്. ഫോഴ്സ് റിസോൾവ് ചെയ്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകൾ ക്യാൻസൽ ആയി പോകും. ആ ഐഡിയ ആണ് അവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അൺബാലൻസ്ഡ് ഫോഴ്സ് വരുമ്പോൾ, അൺബാലൻസ്ഡ് ഫോഴ്സ് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 അല്ല. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ
നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ 0 അല്ല എന്ന് പറഞ്ഞാൽ ദർ ഈസ് ആൻ ആക്സിലറേഷൻ. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 അല്ലാത്ത സന്ദർഭത്തിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരുന്ന സിറ്റുവേഷനിൽ അവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് മെയിൻ ഫാക്ടർ. ആക്സിലറേഷനാണ് നമുക്ക് ബാക്കി എല്ലാത്തിലേക്കും നമ്മളെ ലീഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ്, ഫ്രിക്ഷൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ആവുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. ഫ്രിക്ഷൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ആവുന്ന സിറ്റുവേഷനിൽ FR is equal to മ്യൂ കെ ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് ഫ്രിക്ഷൻ അവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കത് ഫോഴ്സ് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ടെൻഷൻ വരും, കോണ്ടാക്ട് നോർമൽ റിയാക്ഷൻ വരും, സ്യൂഡോ ഫോഴ്സ് വരും. ദെൻ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉണ്ടാവും. ഈ കാണുന്ന ഡയഗ്രാംസ് ഒക്കെ അത്തരം ചോദ്യങ്ങൾ വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഇപ്പോൾ നോക്കൂ, ഒരു ബ്ലോക്കിന് താഴേക്ക് വെയിറ്റ് ഉണ്ട്, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇത് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. സിസ്റ്റം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ലിഫ്റ്റിലോ അല്ലെങ്കിൽ ഒരു റോപ്പിലോ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് മുകളിലേക്കാണ്. മുകളിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് മുകളിലേക്കാണ്. നെറ്റ് ഫോഴ്സ് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ MA. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിലേക്കാണ് കൂടുതൽ ഫോഴ്സ് മൈനസ് താഴേക്ക് ഉള്ള ഫോഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എങ്ങോട്ടേക്കാണോ സിസ്റ്റം മൂവ് ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള ഫോഴ്സ് മൈനസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സ്. എങ്ങോട്ടേക്കാണോ സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള ഫോഴ്സ് മൈനസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സ്. അപ്പോൾ വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് കിട്ടിയല്ലോ. അതേപോലെ ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ടെൻഷൻ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ സിസ്റ്റം ഇങ്ങോട്ടേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് വലിയ ഫോഴ്സ് മൈനസ് ചെറിയ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ആ ബോഡിയുടെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെ കോണ്ടാക്ട് ബ്ലോക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ബ്ലോക്ക് ഇൻ കോണ്ടാക്ട് മൂവ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ F ഫോഴ്സ് വെച്ചിട്ടാണ് പുഷ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഒരു കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. എവിടെയാണോ കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ F is equal to അതിൻ്റെ മുന്നിലുള്ള മാസ് ദാറ്റ് ഈസ് M3 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു F അപ്ലൈഡ്. സിമിലർലി റോപ്പ് വെച്ച് കണക്ട് ചെയ്ത് പുൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കാൻ അതിൻ്റെ പുറകിലുള്ള മാസ് ഇവിടെ നിന്നല്ലേ വലിക്കുന്നത്, പുറകിലുള്ള മാസ് M1 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് M3 ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ് F ദാറ്റ് ഈസ് ഈക്വൽ ടു T. ഈ രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി പുള്ളി കണക്റ്റഡ് ബോഡിയിൽ പുള്ളി മോഷനിൽ പുള്ളി വെച്ചിട്ട് പുള്ളി ഇങ്ങനെ കറങ്ങുന്നു, ബ്ലോക്ക് മൂവ് ചെയ്യുമ്പം കണക്റ്റഡ് ബോഡിയാണ്, രണ്ട് ബ്ലോക്കും തമ്മിൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ആക്സിലറേഷൻ സെയിം ആണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് M1G താഴേക്ക്, രണ്ടാമത്തേതിൻ്റെ വെയിറ്റ് M2G താഴേക്കാണെങ്കിലും പുള്ളി വെച്ചിട്ട് വലിക്കുന്നതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് മറ്റേതിനെ ഓപ്പോസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ വലിയ മാസ് മൈനസ് ചെറിയ മാസ് ഇൻറ്റു ഗ്രാവിറ്റി, അപ്പോൾ നെറ്റ് ഫോഴ്സ് ആയി, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. ഈ രൂപത്തിൽ വരുന്ന സന്ദർഭത്തിൽ വെയിറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് പിടിച്ച് താഴേക്ക് അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ വലിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ M1G സൈൻ തീറ്റ, ഇവിടെ M2G സൈൻ തീറ്റ, ഇവിടെയുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ അതിൽ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്താ കാണിച്ചു തരാം. ഇവിടെ കൊടുത്ത ഫോഴ്സ് പറയുന്നുണ്ട് 10.2 ന്യൂട്ടൺ ആണ്. ഓരോന്നിൻ്റെയും വാല്യൂ വിച്ച് മീൻസ് മാസിൻ്റെ വാല്യൂ M is equal to 2 kg, 3 ഐഡൻറ്റിക്കൽ മാസാണ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 0.6. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഇസ് ദ ടെൻഷൻ? ദ സ്ട്രിങ് ബിറ്റ്വീൻ ബ്ലോക്ക് B ആൻഡ് C. ഇവിടുത്തെ ടെൻഷനാണ് വേണ്ടത്. ഇപ്പോൾ പുറകിലുള്ള മാസ്, ഇവിടുത്തെ ടെൻഷൻ ആണെങ്കിൽ T is equal to പുറകിലുള്ള മാസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 2 + 2 + 2 ദാറ്റ് ഇസ് 6 ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ് 10.2. അപ്പോൾ നമുക്ക് 6ഉം 2ഉം വെച്ച് കട്ട് ചെയ്താൽ താഴെ 3 വരും. 10 ഡിവൈഡഡ് ബൈ 3 വരും, ദാറ്റ് ഇസ് 3.4 സംതിങ്. ദാറ്റ് ഇസ് ഓപ്ഷൻ B ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? എക്സാക്ട്ലി. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്കുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് തള്ളിക്കൊണ്ടുപോകുന്നു. നമുക്ക് കോണ്ടാക്ട് ഫോഴ്സ് ആണ് നമ്മളോട് ചോദിക്കുക. കോണ്ടാക്ട് ഫോഴ്സ് എവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സാണ് ചോദിക്കുന്നത്? കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ A ആൻഡ് B, എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ്. ഹിയർ ഇറ്റ് ഇസ്. അപ്പം മുന്നിലുള്ള മാസ്, മുന്നിൽ 2 പേരുണ്ട്, ബിയും സിയും. ബിൻ്റെയും സിൻ്റെയും മാസ് എത്ര നോക്ക്? A 4 kg, B 2 kg, 1 kg. അപ്പോൾ 2 മുന്നിലുള്ള മാസ് 2 + 1, ബിൻ്റെയും സിൻ്റെയും മാസ് 2ഉം 1ഉം ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4 + 2 + 1 ഇൻറ്റു അപ്ലൈഡ് ഫോഴ്സ് 14 ആണ്. സോ 3 ഡിവൈഡഡ് ബൈ
7 ഇൻറ്റു 14 കട്ട് ചെയ്താൽ നമുക്ക് 2 വരും. 2 ഇൻറ്റു 3 6 വരും. സോ ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ആൻഡ് വെർട്ടിക്കൽ പുള്ളിയിൽ ഇവിടെ നോക്കൂ, ആക്സിലറേഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 3 kg താഴേക്ക് വലിക്കും, ഇവിടെ 2 kg ഇങ്ങോട്ടേക്ക് വലിക്കും, അതിന് ഓപ്പോസിറ്റ് ചെയ്യുക. സോ 3 kgയുടെ 3g മൈനസ് 2g ഹോൾ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 2 + 3 5. 3g മൈനസ് 2g ദാറ്റ് ഇസ് 1g. g ഡിവൈഡഡ് ബൈ 5. g 10 ആണ്. 10/5 ദാറ്റ് ഇസ് 2 meter per second square. 2 meter per second square. So that is option 2 is the right answer. സോ ആ രൂപത്തിലാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ഇതിൽ മേജർ ആയിട്ടുള്ള പോയിന്റ്സുകൾ. പിന്നെ വരുന്നത് ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഒരു ഫോഴ്സ് ആണ് എന്നത് മാത്രമേ അവിടെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇതിൻ്റെ വെയിറ്റ് 2 kg ആണ്. അപ്പോൾ ഇതിൻ്റെ ഡൗൺ ദി പ്ലെയിൻ ഫോഴ്സ് ഉണ്ടാവുക 2 ഇൻറ്റു g 10 ഇൻറ്റു sin 30 ദാറ്റ് ഇസ് 1/2. ഇത് കട്ട് ചെയ്താൽ ഇങ്ങോട്ടേക്ക് 10 Newton ഉണ്ടാവും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ ഇതിൻ്റെ വെയ്റ്റിൻ്റെ ഈ സൈഡിൽ വെർട്ടിക്കൽ ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതായത് സർഫസിന് പെർപെൻഡിക്കുലർ ആയ വെയിറ്റിൻ്റെ കോമ്പണൻറ്റ് mg cos θ ആണ്. ദാറ്റ് ഇസ് 2 ഇൻറ്റു g 10 cos 30 √3/2. ഇത് കട്ട് ചെയ്തു 10 √3. അപ്പോൾ ഇവിടെ നോർമൽ റിയാക്ഷൻ അതിനെ ബാലൻസ് ചെയ്യുന്നു. പക്ഷേ നോർമൽ റിയാക്ഷൻ n is equal to mg cos 30 that is 10 √3. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ mu is equal to 1/√3 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് FR is equal to mu into normal reaction, mu 1/√3 നോർമൽ റിയാക്ഷൻ 10 ഇൻറ്റു √3. അപ്പോൾ √3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ 10 വന്നു. അപ്പോൾ അവിടെ താഴോട്ടേക്ക് 10 Newton ഫോഴ്സ്, മുകളിലേക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് മോഷൻ ഫോഴ്സ് 10 Newton ഫ്രിക്ഷൻ വന്നു. അപ്പോൾ ആ ബ്ലോക്ക് അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ റിസോൾവ് ചെയ്തതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ ക്യാൻസൽ ആയതും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റാണ്. അതിൽ ഒരു ഫോഴ്സ്, അതായത് ഫോഴ്സിൻ്റെ സ്ഥാനത്ത് ഒരു ആളും കൂടെ വന്നു. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സും കൂടെ നമ്മൾ അവിടെ പരിഗണിക്കണം. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mu ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. ദെൻ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ mu ഇൻറ്റു mu k, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ വരും. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ്. സോ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ വ്യൂ നോക്കാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഇറ്റ്സ് മീ JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.